നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം നവീൻ ബാബുവിന്റെ കുടുംബം തള്ളിക്കളഞ്ഞു. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് വ്യക്തമാക്കിയ കുടുംബം ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും പറയുന്നു. നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കവും പുറത്തുവന്നിട്ടുണ്ട്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പോലീസ് സംഭവസ്ഥലത്തെത്താൻ വൈകി. മൊഴി രേഖപ്പെടുത്തുന്നതിൽ കാലതാമസമുണ്ടായി തുടങ്ങി. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലം. ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും നടപടികൾ പൂർത്തീകരിച്ചത് പരിയാരത്താണ്. ആന്തരികാവയവങ്ങളും സാമ്പിളുകളും രാസപരിശോധനയ്ക്ക് അയക്കാറുണ്ടെങ്കിലും അതുണ്ടായില്ല. ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു. മരണവിവരമറിഞ്ഞ് 4 മണിക്കൂറിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവെന്നും, എന്നാൽ ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെത്തിയത് 15 മണിക്കൂറിന് ശേഷമെന്നുമായിരുന്നു സത്യവാങ്മൂലത്തിലെ പരാമർശം. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. മൃതശരീരത്തിൽ മറ്റു മുറിവുകൾ കണ്ടെത്താനായില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഫോറൻസിക് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. അതിനിടെ നവീൻ ബാബുവിൻ്റേത് തൂങ്ങിമരണമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കവും പുറത്തുവന്നു. എന്നാൽ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല. പത്തനംതിട്ട, കൊച്ചി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.